അഗ്നി കോർപ്പിൻ്റെ ബേസ്മെൻറ്റ്, ഒരു സീക്രട്ട് റൂം, സൗണ്ട് പ്രൂഫ്, നോ CCTV, നോ വിൻഡോസ്, ഒരു ടേബിൾ, 2 ചെയർ, ഒരു ട്യൂബ് ലൈറ്റ്. വരുണിനെ ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്നു. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. വിക്രം സൈഡിൽ നിൽക്കുന്നു. ഡോർ തുറന്ന് അഗ്നി വന്നു. അവൻ്റെ കണ്ണിൽ ഇരുട്ട്. വരുൺ അവനെ കണ്ട് ചിരിച്ചു. പ്ലാസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല. അഗ്നി ടേബിളിൻ്റെ അടുത്ത് വന്ന് നിന്നു. വിക്രം പ്ലാസ്റ്റർ വലിച്ചു പറിച്ചു. ആഹ്! വരുൺ നിലവിളിച്ചു. വന്നോ ബ്രദർ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അഗ്നി ഒന്നും മിണ്ടിയില്ല. അവൻ വരുണിൻ്റെ മുന്നിലിരുന്നു. ടേബിളിൽ കൈവച്ചു. എന്തിനാ വന്നത് വരുൺ? അഗ്നിയുടെ ശബ്ദം വളരെ ശാന്തം. പക്ഷെ ആ ശാന്തത, അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ്. നിന്നെ കാണാൻ, പിന്നെ നിന്റെ വീക്ക്നെസ്സിനെ കാണാൻ. വരുൺ ചിരിച്ചു. നക്ഷത്ര. അവളുടെ പേര് പറയുമ്പോൾ അവൻ്റെ നാവിഴഞ്ഞു. ബ്യൂട്ടിഫുൾ നെയിം, ബ്യൂട്ടിഫുൾ ഗേൾ. അഗ്നിയുടെ കൈ മുറുകി. ടേബിളിൽ വിള്ളൽ വീണു. വരുൺ അത് കണ്ട് ചിരിച്ചു. ആംഗ്രിയാണോ? നിന്റെ നക്ഷത്രയെപ്പറ്റി പറയുമ്പോൾ നിനക്ക് കൺട്രോൾ പോകും അല്ലേ? അത് തന്നെയാ എനിക്കും വേണ്ടത്. അഗ്നി എഴുന്നേറ്റു. വരുണിൻ്റെ അടുത്തേക്ക് നടന്നു. ഇനി നീ അവളെപ്പറ്റിയൊരു വാക്കുകൂടി പറഞ്ഞാ നിന്റെ നാവ് ഞാൻ അരിയും. അവൻ്റെ പതിഞ്ഞ ശബ്ദം. പക്ഷെ വരുൺ പേടിച്ചില്ല, ചിരിച്ചു. അഗ്നി, പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. 5 വർഷം മുമ്പ് അച്ഛൻ മരിച്ചപ്പോൾ വില്ലിൽ എന്താ എഴുതിയിരുന്നത്? അഗ്നിക്കോർപ്പ് മുഴുവൻ നിനക്ക്, എനിക്കൊന്നുമില്ല. എന്തുകൊണ്ട്? അച്ഛൻ അറിയായിരുന്നു ഞാനൊരു ഡെവിളാണെന്ന്. പക്ഷെ അഗ്നി, ഇന്ന് നീ എന്നേക്കാൾ വലിയ ഡെവിളാണ്, ഒരു പെണ്ണിന് വേണ്ടി. അഗ്നി വരുണിൻ്റെ കോളർ പിടിച്ചു പൊക്കി. നിന്റെ വൃത്തികെട്ട നാവുകൊണ്ട് അച്ഛൻ്റെ പേര് പറയരുത്. വരുണൊന്ന് ചുമച്ചു. അച്ഛൻ പറഞ്ഞു ഒരിക്കൽ, അഗ്നി പ്രണയിച്ച സർവവും നശിക്കും. കാരണം അവൻ്റെ പ്രണയം അത് പ്രണയമല്ല, അത് ഭ്രാന്താണ്, ഒബ്സഷനാണ്. ഇപ്പം നോക്ക്, അച്ഛൻ പറഞ്ഞത് ഇത്ര ശരിയായി. നീ അവൾക്ക് വേണ്ടി ഭ്രാന്തനായി. അഗ്നി അവനെ ദേഷ്യത്തോടെ വാളിലേക്കെറിഞ്ഞു. വരുൺ നിലത്തേക്ക് വീണു. അവൻ്റെ വായിലൂടെ ചോരയൊഴുകി. പക്ഷെ അവൻ ചിരി നിർത്തിയില്ല. അവളെ ഞാൻ തൊടും അഗ്നി, ഞാൻ അവളെ നിന്റെ മുന്നിൽ വെച്ച്. അഗ്നിയുടെ കണ്ണു ചുവന്നു. മുഖം വലിഞ്ഞു മുറുകി. കണ്ണുകളിൽ അഗ്നിയാളി. അവൻ വരുണിന് നേരെ നടന്നു. ഒരു കാൽ അവൻ്റെ നെഞ്ചിൽ വെച്ച് ചവിട്ടി ഞെരിച്ചു. വരുണിൻ്റെ വാരിയെല്ല് പൊട്ടുന്ന ശബ്ദം. ആഹ്! വരുൺ നിലവിളിച്ചു. അഗ്നി കുനിഞ്ഞു. വരുണിൻ്റെ ചെവിയിൽ പറഞ്ഞു, നീ അവളുടെ നിഴലിലെങ്കിലും തൊട്ടാ ഞാൻ ഈ ലോകം ചുട്ടരിക്കും. നിന്റെ കുടുംബം, നിന്റെ ഫ്രണ്ട്സ്, നിന്റെ വളർത്തുമൃഗങ്ങളെപ്പോലും ഞാൻ വെറുതെ വിടില്ല. എല്ലാവരെയും കൊന്നുകളയും. പക്ഷെ നിന്നെ അത് ഏറ്റവും ഒടുവിലായിരിക്കും. കാരണം നീ അത് കാണണം. നീ കാരണം എല്ലാവരും മരിക്കുന്നത്. അവൻ്റെ ശബ്ദം നരകത്തിൽ നിന്ന് വന്നതുപോലെ. വരുൺ വിറച്ചുപോയി. അഗ്നിയുടെ കണ്ണിൽ അവൻ കണ്ടു മരണം. അവൻ്റെ ഉള്ളിൽ കിടുങ്ങിപ്പോയി. അഗ്നി നിവർന്നു. വിക്രം? യെസ് ബോസ്. ഇവനെ എൻ്റെ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോ. ബേസ്മെൻറ്റിലിട്ടേക്ക്. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്, ഞാൻ പറയുന്നത് വരെ. യെസ് ബോസ്. വിക്രം വരുണിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. വരുണിൻ്റെ നിലവിളി മുഴങ്ങിക്കേട്ടു. അഗ്നി, നീ ഒരു സൈക്കോ ആണ്. നീ അവളെ സ്നേഹിക്കുന്നില്ല. നീ അവളെ നശിപ്പിക്കും. അഗ്നി ഒന്ന് നിന്നു. തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണിൽ ഒരു വേദന. മേ ബി, അവൻ പറഞ്ഞു. മേ ബി ഞാൻ അവളെ നശിപ്പിക്കും. പക്ഷേ അവൾ നശിച്ചാലും എൻ്റെ കൂടെ ആയിരിക്കും, നിൻ്റെ കൂടെ ആയിരിക്കില്ല. അവൻ നടന്നുപോയി. റൂമിൽ നിന്നിറങ്ങി. ഡോറടഞ്ഞു. വരുൺ നിലത്ത് കിടന്ന് ഉറക്ക ചിരിച്ചു. പിന്നെ ഉറക്ക കരഞ്ഞു, ഒരു ഭ്രാന്തനെ പോലെ. രാത്രി 9 മണി. അഗ്നി തൻ്റെ കാറിൽ നക്ഷത്രയുടെ വീടിൻ്റെ താഴെ. അവൻ ദിവസവും വരുന്നതുപോലെ തന്നെ. അവൾ ഉറങ്ങിയോ എന്ന് നോക്കാൻ. അവളുടെ റൂമിൽ ലൈറ്റുണ്ട്. അവൾ ഉറങ്ങിയിട്ടില്ല. അവൻ ഫോൺ എടുത്തു. അവൾക്ക് മെസ്സേജ് അയക്കാൻ നോക്കി. സ്ലീപ്പ് ഏർലി. പക്ഷെ അയച്ചില്ല.
അവളെന്ത് വിചാരിക്കും? അവൻ ഫോൺ താഴെ വെച്ചു. സീറ്റിൽ തല ചായ്ച്ചു കണ്ണടച്ചു. ഇന്ന് വരുൺ പറഞ്ഞത് അവൻ്റെ കാതിൽ മുഴങ്ങി. നീ ഒരു സൈക്കോ ആണ്. നീ അവളെ നശിപ്പിക്കും. ശരിയാണ്, അവനൊരു സൈക്കോ ആണ്. അവളുടെ കാര്യത്തിൽ അവൾ ചിരിച്ച അവന് ശ്വാസഗതി നോർമലാകും. അവൾ കരഞ്ഞ അവൻ ലോകം തന്നെ നശിപ്പിക്കും. അത് പ്രണയമാണോ? അവന് തന്നെ അറിയില്ല. പക്ഷെ അതാണവൻ. അഗ്നിദേവ് റായ്ചന്ദ്. ദി ഡെവിൾ ഇൻ ആർമണി, ബട്ട് ഓൺലി ഫോർ ഹർ. ഹീസ് ജസ്റ്റ് അഗ്നി. അവളുടെ മാത്രം അഗ്നി. മുകളിൽ നക്ഷത്ര വിൻഡോയിൽ വന്ന് നിന്നു. താഴേക്ക് നോക്കി. ബ്ലാക്ക് കാർ. അവൾക്ക് സംശയം തോന്നി. എല്ലാ ദിവസവും ഈ കാർ ഇവിടെ കാണുന്നു. ആരാണതിൽ? അവൾ ഫോൺ എടുത്തു. അഗ്നിയുടെ നമ്പർ സെലക്ട് ചെയ്തു. പക്ഷേ കോൾ ചെയ്യാൻ ധൈര്യം വന്നില്ല. കട്ട് ചെയ്തു. അവൾ എന്താണ് അവനോട് ചോദിക്കുക? അവൾ ഫോൺ ബെഡിലേക്കിട്ടു. വിൻഡോ അടച്ചു. കർട്ടൻ ഇട്ടു. പക്ഷെ അവളുടെ ഹൃദയം അത് വിളിച്ചു പറയുന്നു. അവനുണ്ട് താഴെ, നിനക്ക് വേണ്ടി. അവൾ അറിയാതെ നിഴൽ പോലെ പിന്നാലെ. അഗ്നി കണ്ണു തുറന്നു. അവളുടെ റൂമിൽ ലൈറ്റ് ഓഫായി. അവൾ ഉറങ്ങാൻ കിടന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി. ഗുഡ് നൈറ്റ് നക്ഷത്ര, അവൻ മെല്ലെ പറഞ്ഞു, ആരും കേൾക്കാതെ. ഞാനിവിടുണ്ട്, നിന്റെ കാവൽക്കാരൻ, നിന്റെ ഭ്രാന്തൻ, നിന്റെ അഗ്നി. അവൻ കാറിൽ തന്നെ ഇരുന്നു രാത്രി മുഴുവൻ. അവൾക്ക് കാവലായി. കാരണം അവളുടെ ഉറക്കം അതാണ് അവൻ്റെ സമാധാനം. അവളുടെ ശ്വാസം അതാണ് അവൻ്റെ ജീവൻ. അവൾ അറിയാതെ അവൻ അവളെ സ്നേഹിക്കുന്നു. ഒരു സൈക്കോയെ പോലെ, ഒരു ദൈവത്തെ പോലെ, ഒരു ഡെവിളിനെ പോലെ. എല്ലാം അവൾക്ക് വേണ്ടി മാത്രം. രാത്രി 12 മണി. അഗ്നിദേവ് റായ്ചന്ദ് തൻ്റെ ഫാം ഹൗസിലേക്ക് ബേസ്മെൻറ്റിലാണ് നിൽക്കുന്നത്. മുന്നിൽ വരുൺ സിംഗാനിയെ ചെയിൻ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. മുഖം മുഴുവൻ ചോര ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഒരു കണ്ണ് നീര് വന്ന് വീങ്ങിയിരിക്കുന്നു. വിക്രം അവരെ നോക്കി സൈഡിൽ പിന്നിൽ 2 കൈയും കെട്ടി നിൽപ്പുണ്ട്. അവൻ അഗ്നിയെ നോക്കി. ബോസ്, ഇവനെ എന്ത് ചെയ്യണം? വിക്രം ചോദിച്ചു. അഗ്നി മിണ്ടിയില്ല. അവൻ വരുണിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. 5 വർഷം കഴിഞ്ഞ് അവനെ കാണുന്നു. അവസാനം കണ്ടത് അച്ഛൻ്റെ ഫ്യൂണറലിൻ്റെ അന്ന് വരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി അഗ്നിക്കോർ മുഴുവൻ എൻ്റേതാണ്. അഗ്നിയെന്നൊന്നും മിണ്ടിയില്ല. അവൻ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തി. തിരിഞ്ഞു നോക്കാതെ നടന്നു. പിന്നെ 5 വർഷം. ഇന്നവൻ തിരിച്ചു വന്നിരിക്കുന്നു. തൻ്റെ പ്രാണൻ്റെ നക്ഷത്രയുടെ പേര് പറയാൻ, അവളെ തൊടുമെന്ന് പറയാൻ. അഗ്നിയുടെ കൈ മുറുകി. പറ, അവൻ പതിയെ ചോദിച്ചു. എന്തിനാ തിരിച്ചു വന്നത് വരുൺ? വരുൺ ചിരിച്ചു. നിന്നെ കാണാൻ ബ്രദർ, നിന്റെ സാമ്രാജ്യം കാണാൻ, പിന്നെ നിന്റെ വീക്ക്നെസ്സിനെ കാണാൻ. നക്ഷത്ര ശർമ്മയെ. അഗ്നി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വച്ചു. വരുണിൻ്റെ കഴുത്തിൽ പിടിച്ചു മുറുക്കി. അവളുടെ പേര് നിന്റെ വൃത്തികെട്ട വായ കൊണ്ട് പറയരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൻ്റെ ശബ്ദം അത് വല്ലാത്തൊരു രീതിയിലായിരുന്നു. വരുൺ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. എന്നിട്ടും അവൻ ചിരി നിർത്തിയില്ല. പറയും, ഞാൻ പറയും. കാരണം നീ അവളെ പ്രണയിക്കുന്നു. ദി ഗ്രേറ്റ് അഗ്നിദേവ് റായ്ചന്ദ് ഒരു പെണ്ണിന് വേണ്ടി ഭ്രാന്തനായി. അച്ഛൻ പറഞ്ഞത് ശരിയായി. അഗ്നി അവനെ വാളിലേക്ക് വലിച്ചെറിഞ്ഞു. അച്ഛൻ്റെ പേര് പറയരുത് വരുൺ, നിനക്കതിന് അർഹതയില്ല. നീ അച്ഛൻ്റെ മകനല്ല. അഗ്നിയുടെ ശബ്ദം കാറ്റുപോലെ. വരുൺ നിലത്ത് വീണ് കിടന്ന് ചിരിച്ചു. ഞാൻ നിന്റെ അച്ഛൻ്റെ മകനല്ല. ശരിയാണ്, ഞാൻ അമ്മയുടെ മകനാണ്. സാവിത്രി ദേവിയുടെ മകൻ, അച്ഛൻ്റെ 2ാം ഭാര്യയുടെ മകൻ. ഞാൻ സമ്മതിക്കുന്നു ബ്രോ. അഗ്നി നിന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് അഗ്നിയാളി. വിക്രം ഞെട്ടി. ബോസ്, ഇവൻ? അഗ്നി കൈ ഉയർത്തി. വിക്രം സൈലൻ്റായി. പറയ്, അഗ്നി വരുണിനോട് പറഞ്ഞു. എല്ലാം പറയ്. ഇന്ന് നിന്റെ മരണം, അതിനു മുമ്പ് നിന്റെ വരവിൻ്റെ ഉദ്ദേശം കേൾക്കട്ടെ. വരുൺ എഴുന്നേറ്റിരുന്നു. ചോര തുടച്ചു. ഉദ്ദേശം? ഇത് നിന്റെ കഥയാണ് അഗ്നി, നമ്മുടെ കുടുംബത്തിൻ്റെ കഥ. അതാണ് എനിക്ക് പറയാനുള്ളത്. കേൾക്കണോ നിനക്ക്? അഗ്നി ഒരു ചെയർ വലിച്ചിട്ടിരുന്നു. വരുണിൻ്റെ മുന്നിൽ അവൻ കണ്ണിലേക്ക് നോക്കിയിരുന്നു. പറയ്, കേൾക്കട്ടെ. വരുൺ തുടങ്ങി. 25 വർഷം മുമ്പ് മുംബൈ, റായ്ചന്ദ് മാൻഷൻ. അന്ന് അഗ്നിക്ക് 4 വയസ്സ്. അവൻ്റെ അമ്മ സുനന്ദാദേവി, അച്ഛൻ മഹേന്ദ്ര റായ്ചന്ദ്, മുംബൈയിലെ രാജാവ്.
റായ്ചന്ദ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമ പണവും റായ്ചന്ദ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമ പണവും അധികാരവും എല്ലാം ഉണ്ടായിരുന്നു. സുനന്ദാദേവി അവർ ഒരു ദേവതയായിരുന്നു. ശാന്തത, സ്നേഹം എന്നിവയുടെ മനുഷ്യരൂപം. അഗ്നിയായിരുന്നു അവരുടെ ലോകം. അഗ്നിയുടെ ലോകം മുഴുവൻ അമ്മയുമായിരുന്നു. അമ്മയുടെ മടിയിൽ കിടന്ന് കഥ കേൾക്കും, അമ്മയുടെ കൈപിടിച്ച് നടക്കും. അമ്മയുടെ ചിരി കണ്ടാണ് അഗ്നി ഉറങ്ങിയിരുന്നത്. ചിരിക്കാനറിയാവുന്ന അഗ്നി അന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം അച്ഛൻ്റെ ലൈഫിലേക്ക് സാവിത്രി എന്നൊരു രംഭ കടന്നു വന്നു. അച്ഛൻ്റെ PA. ചെറുപ്പം മുതൽ അവരുടെ ഭംഗി, അവരുടെ ബുദ്ധി. പതിയെ പതിയെ അവൾ മഹിയുടെ മനസ്സ് കീഴടക്കി. അയാൾ വഴിതെറ്റി തുടങ്ങി. സുനന്ദാദേവി കാര്യങ്ങളൊക്കെയും അറിഞ്ഞു. പക്ഷെ അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. ഒരു ഭാര്യയുടെ വേദന അവർ ഉള്ളിലൊതുക്കി. അഗ്നിയെ കൂടുതൽ സ്നേഹിച്ചു. മോനെ, ലോകത്തെ ഏറ്റവും വലുത് സ്നേഹമാണ്. പണമല്ല, അധികാരമല്ല, മറ്റൊന്നുമല്ല, സ്നേഹം മാത്രം. ആരെയും വെറുക്കരുത് മോനെ, അവർ പറയും. അത് കേട്ട് കുഞ്ഞഗ്നി തലയാട്ടും. പക്ഷെ വിധി. അഗ്നിക്ക് 5 വയസ്സുള്ളപ്പോൾ ഒരു മഴയുള്ള രാത്രി സുനന്ദാദേവി കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. ബ്രേക്ക് ഫെയിൽ. പോലീസ് പറഞ്ഞു ആക്സിഡൻ്റ് ആണെന്ന്. പക്ഷേ അഗ്നിയുടെ അച്ഛൻ അറിയാമായിരുന്നു അത് ആക്സിഡൻ്റ് അല്ല, സാവിത്രി അവൾ ചെയ്തതാണെന്ന്. തെളിവില്ലായിരുന്നു. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ തകർന്നുപോയി. കുഞ്ഞഗ്നി അവൻ അമ്മയുടെ മരിച്ച ശരീരത്തിൻ്റെ അടുത്തിരിക്കുന്നു. അവരുടെ നിശ്ചല മുഖത്തേക്ക് നോക്കി. പിന്നെയുള്ള 3 ദിവസം അവന് ഭക്ഷണമില്ല, വെള്ളമില്ല, ഉറക്കമില്ല. എന്നാലോ അവൻ കരഞ്ഞില്ല. ഒരു തുള്ളി കണ്ണുനീർ പോലും അവനില്ല. കാരണം അവൻ്റെ ഉള്ളിൽ എന്തോ മരിച്ചുപോയി. ഇമോഷൻസ് ആണോ? അവൻ്റെ ചിരി, അവൻ്റെ കുട്ടിത്തം, അവൻ്റെ ലോകം എല്ലാം ആ ആംബുലൻസിൽ കിടന്ന അമ്മയുടെ ചേതനയേറ്റ ശരീരത്തിൻ്റെ കൂടെ പോയി. അന്നു മുതൽ അഗ്നി മിണ്ടാതായി, ചിരിക്കാതായി. അവൻ ആരോടും സംസാരിക്കില്ല, സ്കൂളിൽ പോകില്ല, ഫുഡ് കഴിക്കില്ല. ഡോക്ടർമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു ട്രോമ. അവൻ അമ്മയെ നഷ്ടപ്പെട്ട ഷോക്ക് മാറിയിട്ടില്ല. 6 മാസം കഴിഞ്ഞതും സാവിത്രി മൻഷനിലേക്ക് വന്നു. മഹിയുടെ ഭാര്യയായി. കൂടെ ഒരു കുട്ടി, 1 വയസ്സ്, വരുൺ സിംഗാനിയ. മഹിയുടെയും സാവിത്രിയുടെയും മകൻ, അഗ്നിയുടെ സ്റ്റെപ്പ് ബ്രദർ. അഗ്നി അവരെ നോക്കി. അവൻ്റെ കണ്ണിൽ ഒരു വികാരവുമില്ല. സാവിത്രി അവനെ സ്നേഹിക്കാൻ നോക്കി. മോനെ എന്ന് വിളിച്ച് അടുത്തേക്ക് ചെന്നു. എന്നാ അഗ്നി അവൻ തിരിഞ്ഞു നടന്നു. അവൻ ഒരിക്കലും അവരെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. സാവിത്രി അവൾ നല്ലവളായിരുന്നില്ല. അവൾക്ക് അഗ്നിയെ ഇഷ്ടമല്ലായിരുന്നു. പതിയെ അവനെയും ഇല്ലാതാക്കണമെന്നായിരുന്നു അവൾക്ക്. കാരണം അഗ്നിയാണ് ഫസ്റ്റ് സൺ. പ്രോപ്പർട്ടിയിൽ മുഴുവൻ അവകാശം അവനാണ്. അവൾ അതൊക്കെ വരുണിന് വേണ്ടി ആഗ്രഹിച്ചു. അവൾ പതിയെ പതിയെ അഗ്നിയെ വേദനിപ്പിക്കാൻ തുടങ്ങി. വളരെ ക്രൂരമായി. അഗ്നി ആരോടും പറഞ്ഞില്ല. പറഞ്ഞിട്ട് കാര്യവുമില്ല. അമ്മ ഇല്ലല്ലോ തനിക്ക്, ആര് കേൾക്കാൻ? അവനെല്ലാം സഹിച്ചു. അവൻ 8 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം സാവിത്രി അവനെ ബേസ്മെൻറ്റിൽ പൂട്ടിയിട്ടു. 3 ദിവസം ഫുഡില്ല, വെള്ളമില്ല, പുറത്ത് മഴ, ചുറ്റും ഇരുട്ട് മാത്രം. അവൻ അലറി വിളിച്ച് കരഞ്ഞു. ആരും കേട്ടില്ല. മഹി ബിസിനസ് ട്രിപ്പിലായിരുന്നു. 3 ദിവസം കഴിഞ്ഞു അയാൾ വന്നപ്പോൾ. എന്നിട്ടും സെർവൻ്റാണ് അവനെ കണ്ടത്. അവൻ ബോധമില്ലാതെ കിടക്കുന്നു എന്നവർ അലറി വിളിച്ച് കരഞ്ഞു. മഹി അവനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. മഹി സാവിത്രിയോട് ചോദിച്ചു. അവൾ കരഞ്ഞഭിനയിച്ച് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല മഹി, അവൻ തനിയെ പോയതാ. കളിക്കാനാകും, കാറ്റിൽ ഡോർ അടഞ്ഞു പോയതാണ്. പിന്നെ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകാറില്ലെന്ന് മഹിക്കറിയാലോ, കാരണം അവനെന്നെ വെറുപ്പാണ്. അവർ മൂക്ക് പിഴിഞ്ഞു പറഞ്ഞു. അയാളത് വിശ്വസിച്ചു. പക്ഷെ അഗ്നി അവനറിയാലോ എല്ലാം. അവനെ കൊല്ലാൻ നോക്കിയതാണെന്ന് അവൻ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചു. അന്നവൻ തീരുമാനിച്ചു, ഇനി കരയില്ല, ചിരിക്കില്ല, ആരെയും വിശ്വസിക്കില്ല, ആരെയും സ്നേഹിക്കില്ല. അവനൊരു വാൾ കെട്ടി അവൻ്റെ ഹൃദയത്തിന് ചുറ്റും. ആരും കടക്കരുത്. 12-ാം വയസ്സിൽ അഗ്നിയെ ലണ്ടനിൽ ബോർഡിംഗ് സ്കൂളിലേക്ക് അയച്ചു. അവന് നല്ല എഡ്യൂക്കേഷൻ കിട്ടാൻ. പക്ഷെ അഗ്നിക്കറിയായിരുന്നു അച്ഛൻ അവനെ ഒഴിവാക്കിയതാണെന്ന്. സാവിത്രിക്കും വരുണിനുമൊപ്പം ഹാപ്പിയായിരിക്കാൻ. ലണ്ടനിൽ അവൻ തനിയെ പഠിച്ചു. ബിസിനസ്, ഫൈറ്റിംഗ്, ഷൂട്ടിംഗ് എല്ലാത്തിനും അവൻ ഫസ്റ്റ് വന്നു. പക്ഷെ അവന് ഫ്രണ്ട്സ് ഇല്ല. അവൻ ആരോടും മിണ്ടില്ല, ചിരിക്കില്ല. ടീച്ചേഴ്സ് അവനെ ഓമന പേരിൽ വിളിച്ചു, ദി റോബോട്ട്, ദി ഐസ്മാൻ. 18-ാം വയസ്സിൽ അവൻ തിരിച്ചു വന്നു. മഹി അവനെ കമ്പനിയിൽ കയറ്റി. ജൂനിയർ പോസ്റ്റ്.
അവൻ്റെ പ്രകടനങ്ങൾ മഹിയുടെ കണ്ണ് തള്ളിച്ചു. അവൻ 1 വർഷം കൊണ്ട് CEO ആയി. മഹി റിട്ടയർമെൻ്റ് എടുത്തു. അഗ്നി റായ്ചന്ദ് ഇൻഡസ്ട്രീസിൻ്റെ രാജാവായി. അവൻ അച്ഛനിട്ട പേര് ആദ്യം അങ്ങ് മാറ്റി, അഗ്നികോർപ്പ്. കാരണം അവൻ്റെ ഉള്ളിൽ അഗ്നിയുണ്ട്, എല്ലാം ചുട്ടരിക്കുന്ന അഗ്നി. സാവിത്രിക്ക് അതിലൊട്ടും സന്തോഷമില്ലായിരുന്നു. അവളുടെ മകൻ വരുൺ, അവൻ യൂസ്ലെസ് ആയി. കുടി, പെണ്ണ്, കമ്പനിയിൽ പോകില്ല, പണം ധൂർത്തടിക്കും. മഹി അവന് മന്ത്ലി 5 ലക്ഷം വീതം കൊടുത്തു. പക്ഷേ അവനത് പോരാ, അവന് അഗ്നികോർപ്പ് വേണം. മഹിക്ക് 60 വയസ്സായപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു. ഹോസ്പിറ്റലിലായിരുന്ന മഹി അഗ്നിയെ വിളിച്ച് അവൻ്റെ കയ്യിൽ പിടിച്ചു. മോനെ, ഞാൻ തെറ്റ് ചെയ്തു. നിൻ്റെ അമ്മയോട്, നിന്നോട്. സാവിത്രി വിശ്വസിച്ചത് തെറ്റായിപ്പോയി. അവൾ നിൻ്റെ അമ്മയെ, എൻ്റെ സുനന്ദ. അയാൾ മുഴുവിപ്പിച്ചില്ല. കണ്ണു നിറഞ്ഞു തുളുമ്പി. അഗ്നി അച്ഛൻ്റെ കൈ പിടിച്ചു. 15 വർഷത്തിന് ശേഷം. സാരമില്ലച്ചാ, അവൻ പറഞ്ഞു. മഹി പൊട്ടിക്കരഞ്ഞു. മോനെ, ഞാൻ വില്ലെഴുതി വെച്ചിട്ടുണ്ട്. അഗ്നികോർപ്പ് മുഴുവൻ നിനക്ക്. വരുണിന് 1 രൂപ പോലും ഇല്ല, കാരണം അവൻ അതിനർഹനല്ല. പക്ഷേ ഒരു കാര്യം സത്യം ചെയ്യണം, വരുണിനെ കൊല്ലരുത്. അവൻ എന്ത് ചെയ്താലും അവൻ നിൻ്റെ രക്തമാണ്, നിൻ്റെ അനിയൻ. അഗ്നി ഒന്നും മിണ്ടിയില്ല. അച്ഛൻ അവൻ്റെ കൈ മുറുകെ പിടിച്ചു. സത്യം മോനെ. അഗ്നി കണ്ണടച്ചു. സത്യം, അവൻ മെല്ലെ പറഞ്ഞു. മഹി സമാധാനത്തോടെ ഒന്ന് ചിരിച്ചു. അതയാളുടെ അവസാനത്തെ ചിരിയായിരുന്നു. അച്ഛൻ്റെ ഫ്യൂണറലിന് വരുൺ വന്നു. കുടിച്ച് ലക്ക് കെട്ട് ആടി. അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ അവൻ അഗ്നിയോട് പറഞ്ഞു, ഇനി കമ്പനി എൻ്റേതാണ്. അഗ്നി തിരിഞ്ഞു നോക്കിയില്ല. വില്ല് വായിച്ചപ്പോൾ എല്ലാം അഗ്നിക്ക്. വരുണിനൊന്നുമില്ല. വരുൺ ഭ്രാന്തനെ പോലെ അലറി. ഞാൻ കേസ് കൊടുക്കും. അഗ്നി ലോയറെ നോക്കി. പുറത്താക്ക്, ഒരേ ഒരു വാക്ക്. സെക്യൂരിറ്റി വരുണിനെ പുറത്താക്കി. അന്ന് രാത്രി വരുൺ അഗ്നിയുടെ വീട്ടിൽ വന്നു, ഗണ്ണുമായി, അഗ്നിയെ കൊല്ലാൻ. അഗ്നി ഹാളിൽ ഇരിക്കുകയായിരുന്നു, വിസ്കി ഗ്ലാസുമായി. ഉള്ളിൽ വിസ്കിയില്ല, വെറും കോള. വരുൺ ഗൺ ചൂണ്ടി. നിന്റെ പ്രോപ്പർട്ടി എനിക്ക് തരൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. അഗ്നി ചിരിച്ചില്ല, എഴുന്നേറ്റില്ല, പേടിച്ചില്ല. അവൻ പതിയെ ഗ്ലാസ് ടേബിളിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഷൂട്ട്. വരുൺ ഞെട്ടി. എന്ത്? ഷൂട്ട് മീ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കില്ല. പക്ഷേ നീ എന്നെ കൊന്ന അഗ്നികോർപ്പ് നിനക്ക് കിട്ടില്ല. അത് ട്രസ്റ്റിലേക്ക് പോകും, ചാരിറ്റിയിലേക്ക്. നിനക്ക്1 രൂപ കിട്ടില്ല. വരുണിൻ്റെ കൈ വിറച്ചു. അവൻ ഗൺ താഴെയിട്ടു. പിന്നെ ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു. അഗ്നികോർപ്പ് കെട്ടിപ്പൊക്കി. 1000 കോടിയിൽ നിന്ന് 10,000 കോടിയിലേക്ക്. ഇന്ത്യയിലെ ടോപ്പ് 10 CEO. പക്ഷേ അവൻ ഒറ്റയ്ക്ക്. ഫ്രണ്ട്സില്ല, ലവ്, ഫാമിലി ഇല്ല. അവൻ കെട്ടിപ്പൊക്കിയ മനസ്സിൻ്റെ ഭിത്തി കൂടുതൽ സ്ട്രോങ് ആയി. ആരും അവിടേക്ക് കടക്കില്ല. അവൻ തീരുമാനിച്ചു, ഇനി ഒരിക്കലും ആരെയും സ്നേഹിക്കില്ല. സ്നേഹം വേദനയാണ്, നഷ്ടമാണ്, മരണമാണ്. പക്ഷെ 3 വർഷം മുമ്പ് ഒരു അനാഥാലയത്തിൽ അവൻ അവളെ കണ്ടു, നക്ഷത്രയെ. അവൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു, ചിരിക്കുന്നു. ആ ചിരി അതവൻ്റെ ഭിത്തി തകർത്തു. 15 വർഷമായി കെട്ടിപ്പൊക്കിയ കരിങ്കൽ ഭിത്തി അതൊരു നിമിഷം കൊണ്ട് പൊടിഞ്ഞുപോയി. അവൻ്റെ ഹൃദയം അത് വീണ്ടും മിടിക്കാൻ തുടങ്ങി. അവൾക്ക് വേണ്ടി മാത്രം. അതവൻ തിരിച്ചറിഞ്ഞു. അവൻ സ്നേഹിച്ച അത് ഭ്രാന്തമായിരിക്കും, ഒബ്സഷനായിരിക്കും, പൊസസീവായിരിക്കും. കാരണം അവന് നോർമലായി സ്നേഹിക്കാൻ അറിയില്ല. ഇനി നക്ഷത്രയെ നഷ്ടപ്പെട്ടാൽ അവൻ എന്താകും? അവൻ ലോകം നശിപ്പിക്കുമോ? അറിയില്ല. കാരണം അതാണവൻ, അഗ്നിദേവ് റായ്ചന്ദ്. എ ബ്രോക്കൺ ചൈൽഡ്, എ ഡേഞ്ചറസ് മാൻ, എ സൈക്കോ ലവർ. വരുൺ കഥ പറഞ്ഞു നിർത്തി. അവൻ്റെ മുഖത്തെ ചിരി. ഇപ്പം മനസ്സിലായോ ബ്രദർ, നീ എന്തുകൊണ്ട് സൈക്കോ ആണെന്ന്? നിൻ്റെ അമ്മ മരിച്ചു. സാവിത്രി നിന്നെ ടോർച്ചർ ചെയ്തു. അച്ഛൻ നിന്നെ ഉപേക്ഷിച്ചു. ഞാൻ നിന്നെ കൊല്ലാൻ നോക്കി. നീ ഒറ്റയ്ക്കായി. ഇപ്പോൾ അവളെ കൂടി നഷ്ടപ്പെട്ട നീ ഭ്രാന്തനാവും. ഞാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, നീ ഭ്രാന്തനാവുന്നത് കാണാൻ. അഗ്നി എഴുന്നേറ്റു. വരുണിൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ്റെ കണ്ണിലിപ്പോൾ ചുവപ്പില്ല, പകരം ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു.
ആദ്യമായി വിക്രം അത് അമ്പരപ്പോടെ കാണുന്നു. അവന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. അഗ്നിദേവ് റായ്ചന്ദ് കരയുന്നോ? അഗ്നി കുനിഞ്ഞു വരുണിൻ്റെ കണ്ണിൽ നോക്കി. യെസ് വരുൺ, ഞാൻ സൈക്കോ ആണ്. കാരണം എൻ്റെ ജീവിതം എന്നെ സൈക്കോ ആക്കി മാറ്റി. എൻ്റെ അമ്മ മരിച്ചപ്പോൾ എൻ്റെ ചിരിയും മരിച്ചു. സാവിത്രി എന്നെ ഇരുട്ടിൽ പൂട്ടിയപ്പോൾ എൻ്റെ വെളിച്ചം പോയി. അച്ഛൻ എന്നെ ലണ്ടനിൽ വിട്ടപ്പോൾ എൻ്റെ വിശ്വാസം പോയി. നീ എന്നെ കൊല്ലാൻ വന്നപ്പോൾ എൻ്റെ ക്ഷമ പോയി. ഞാൻ ഒറ്റയ്ക്കായി 15 വർഷം ഒരു റോബോട്ട് പോലെ ജീവിച്ചു. പക്ഷെ അവൾ നക്ഷത്ര. അവൾ വന്നപ്പോൾ എനിക്ക് ജീവിക്കാൻ തോന്നി, ചിരിക്കാൻ തോന്നി, സ്നേഹിക്കാൻ തോന്നി. അവൾ എൻ്റെ വേദനകളുടെ മരുന്നാണ് വരുൺ, എൻ്റെ ഓക്സിജൻ. അവളില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കും. സോ യെസ്, അവളുടെ കാര്യത്തിൽ ഞാൻ സൈക്കോ ആണ്. സൈക്കോ, പൊസസീവ്, മോൺസ്റ്റർ, ഒബ്സസീവ്, എന്ത് വേണമെങ്കിലും വിളിക്ക്. പക്ഷെ അവളെ തൊട്ടാ ഞാൻ നിന്നെ കൊല്ലും. അച്ഛന് കൊടുത്ത വാക്ക് അത് ഞാൻ തെറ്റിക്കും. നരകത്തിൽ പോവാൻ ഞാൻ റെഡിയാണ്. പക്ഷെ അവൾ നക്ഷത്ര. അവൾ സേഫ് ആയിരിക്കണം, അത്രമാത്രം. അവൻ നിവർന്നു. വിക്രം? യെസ് ബോസ്. ഇവന് ഫുഡ് കൊടുക്ക്, വാട്ടർ കൊടുക്ക്, ഡോക്ടറിനെ വിളിക്ക്, ട്രീറ്റ്മെൻറ്റ് ചെയ്യ്. വരുൺ ഞെട്ടി. എന്ത്, നീ എന്നെ കൊല്ലുന്നില്ലേ? ഇല്ല, അഗ്നി പറഞ്ഞു. കാരണം ഞാൻ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നീ മരിച്ചാ നക്ഷത്ര അറിയും. അവൾ പേടിക്കും. അവൾക്കെന്നെ പേടിയാവും. അത് വേണ്ട. അവൾ എന്നെ സ്നേഹിക്കണം, ഭ്രാന്തമായി പ്രണയിക്കണം. പേടിക്കരുത്. സോ യു ലീവ് വരുൺ. പക്ഷെ നീ ജയിലിലാണ് വരുൺ, എൻ്റെ ജയിലിൽ. ജീവിതകാലം മുഴുവൻ ഇനി നീ എന്നെ നോക്കിയിരിക്കെ. ഞാൻ എങ്ങനെ അവളെ സ്നേഹിക്കുന്നു എന്ന്, എങ്ങനെ അവൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് അത് കണ്ട് നീ നരകിക്ക്. അതാണ് നിന്റെ ശിക്ഷ. അഗ്നി തിരിഞ്ഞു നടന്നു. ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നിന്നു. തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, പിന്നെ ഒരു കാര്യം നീ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു ഡെവിളാണ്. ബട്ട് ഫോർ ഹെർ ഐ വിൽ ബി എ ഗോഡ്. അവൻ പോയി. ബേസ്മെൻറ്റിൽ നിന്നിറങ്ങി കാറിൽ കയറി. വിക്രം പിന്നാലെ ഓടി വന്നു. ബോസ്, നിങ്ങൾ ഓക്കെ അല്ലേ? അഗ്നി ചിരിച്ചില്ല. പക്ഷെ അവൻ്റെ കണ്ണിൽ ഒരു തെളിച്ചം. ഞാൻ ഓക്കെയാണ് വിക്രം. ഇന്ന് ഞാൻ എൻ്റെ പാസ്റ്റ് ഓർത്തു ആദ്യമായി. അവനത് പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിലെ ഭാരം കുറഞ്ഞു. ഇനി ഒരു കാര്യം മാത്രം ബാക്കി. എന്ത് ബോസ്? അവളോട് പറയണം, നക്ഷത്രയോട്, ഞാൻ ആരാണെന്ന്, എൻ്റെ പാസ്റ്റ് എന്താണെന്ന്, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയാണെന്ന്. അവൾ അറിയണം. അവൾ അറിഞ്ഞിട്ട് അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകും അവളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി. പക്ഷെ അതിനു മുമ്പ് ഞാൻ അവളെ സേഫാക്കും. അവളുടെ അമ്മയെ, അനിയത്തിയെ, അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യും. എന്നിട്ട് ഞാൻ പോകും. വിക്രമിൻ്റെ കണ്ണ് നിറഞ്ഞു. ബോസ്, വേണ്ട ബോസ്, മേഡം നിങ്ങളെ സ്നേഹിക്കും, ഉറപ്പ്. അഗ്നി കാർ സ്റ്റാർട്ട് ചെയ്തു. നോക്കാം വിക്രം. ഒക്കെ അവളുടെ ഇഷ്ടം. ഞാൻ ഫോഴ്സ് ചെയ്യില്ല. കാരണം സ്നേഹം അത് ഫോഴ്സല്ല, അത് ചോയ്സാണ്. അവൾ ചൂസ് ചെയ്താൽ മാത്രം മതി. അവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. കാർ നീങ്ങി. വിക്രം ആലോചിച്ച് നിന്നുപോയി. സത്യങ്ങൾ അറിയുമ്പോൾ എന്താകും നക്ഷത്രയുടെ തീരുമാനം? മുംബൈയുടെ രാത്രിയിലേക്ക് കൂളിയിടുമ്പോൾ അഗ്നിയുടെ മനസ്സിലൊരു തീരുമാനം. നാളെ അവൻ നക്ഷത്രയോടെല്ലാം പറയും. അവൻ്റെ കുട്ടിക്കാലം, അവൻ്റെ അമ്മ, സാവിത്രി, വരുൺ, അവൻ്റെ ഭ്രാന്ത്, അവളോടുള്ള അവൻ്റെ ഭ്രാന്തമായ പ്രണയം, എല്ലാം. പിന്നെ അവളുടെ തീരുമാനം. അവൾ യെസ് പറഞ്ഞാൽ അവൻ അവളുടെ ആകും ജീവിതകാലം മുഴുവൻ. അവൾ നോ പറഞ്ഞാൽ അവൻ അവളുടെ നിഴലാവും. അവൾ അറിയാതെ അവളെ കാക്കും ദൂരെ നിന്ന്. അതാണ് അവൻ്റെ പ്രണയം. എ സൈക്കോ ലവ്, എ പ്യുവർ ലവ്, എ ഡെഡ്ലി ലവ് ഫോർ നക്ഷത്ര, ഓൺലി ഫോർ നക്ഷത്ര. അടുത്ത ദിവസം രാവിലെ അഗ്നി കോർപ്പ് നക്ഷത്ര ഓഫീസിൽ വന്നു. അവളുടെ ക്യാബിനിൽ ഒരു റെഡ് റോസ്, ഇപ്പോൾ ഒരു കാർഡ്. അവൾ കാർഡ് എടുത്ത് തുറന്നു. നക്ഷത്ര, ക്യാൻ വി ടാക്ക് ആഫ്റ്റർ ഓഫീസ്? ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് എബൌട്ട് അസ്. അഗ്നി. അവളുടെ ഹൃദയം പടപടാ ഇടിച്ചു. എബൌട്ട് അസ്? എന്താണ് അവൻ പറയാൻ പോകുന്നത്? അവൾ അഗ്നിയുടെ ക്യാബിനിലേക്ക് നോക്കി. ഡോർ അടഞ്ഞിരിക്കുന്നു. അവൻ ഉള്ളിലുണ്ട്. എന്തോ സംഭവിക്കാൻ പോകുന്നു, അവളുടെ മനസ്സ് പറഞ്ഞു. നാളെ അവൾ അറിയും അഗ്നിദേവ് റായ്ചന്ദ് ആരാണെന്ന്, എന്താണെന്ന്, എന്തുകൊണ്ടാണ് അവൻ അവളെ ഇത്ര സ്നേഹിക്കുന്നതെന്ന്. എന്താകും ഫ്രണ്ട്സ് അവളുടെ തീരുമാനം? നാളെ അറിയാം അല്ലേ?